അമ്പലത്തിൽ പോവാണ് കേട്ടോ. കുറേ നാളായി അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നത്, പക്ഷേ സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പോയേക്കാന്ന് വെച്ചു. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ബ്യൂട്ടീഷ്യൻ ചെയ്തായിരുന്നു. അതിൻ്റെ എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. വീട്ടിൽ വെച്ചതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് അവിടെ ഇവിടെയൊക്കെ ഇതൊക്കെ ഇരിക്കുന്നത്. പിന്നെ വണ്ടി വേറൊരു വീട്ടിലാണ് നമ്മൾ വെക്കുന്നത്. ആ വീട്ടിൽ പോയിട്ട് വേണം വണ്ടി എടുക്കാൻ കേട്ടോ. നമ്മുടെ വീട്ടിലോട്ട് വണ്ടി പോകത്തില്ല, അതുകൊണ്ട് വേറൊരു വീട്ടിൻ്റെ മുറ്റത്താണ് വണ്ടി വെക്കുന്നത്. അത് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് പയ്യാവൂർ അമ്പലത്തിലേക്കാണ്. കുറേ ആയി അമ്പലങ്ങളിലൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും കാരണം കൊണ്ടൊന്നും പറ്റാറുണ്ടാവില്ല. ഒന്നെങ്കിൽ ഞായറാഴ്ച ചേട്ടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഓട്ടോ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും മടിയൊക്കെ പിടിച്ചു പോകും. കൂടുതലും മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. രാവിലെയൊക്കെ നല്ല മഴയല്ലേ ചില ദിവസങ്ങളിൽ, അതുകൊണ്ട് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാനും ഒരു മടിയൊക്കെ ആയി പോകും. അങ്ങനെ പോക്കൊക്കെ മാറി പോകാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ വന്നത് പയ്യാവൂർ അമ്പലത്തിലാണ്. ഇത് ശിവക്ഷേത്രമാണ്. അപ്പോൾ വന്നപ്പോൾ മഴയുണ്ടായിരുന്നു. വലിയ വിജയത്തിലൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, മഴയുണ്ടായിരിക്കും. പിന്നെ ഇത് നല്ല ഫേമസ് ആയ ഒരു അമ്പലമാണ്. ഇവിടെ ഉത്സവമൊക്കെ 12 ദിവസങ്ങളിലാണ് നടക്കുക. ഇവിടെയും വയത്തൂർ അമ്പലത്തിലൊക്കെ കർണാടകയിൽ നിന്ന് അവരൊക്കെ വന്നിട്ടാണ് ഉത്സവം നടത്തുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഒരു വീട്ടിൽ പോകാനുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ ഡാൻസ് പഠിക്കാൻ പുതിയതായിട്ടൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീൻ്റെ വീട്ടിലൊന്ന് പോകണം. കുറേ ആയി നമ്മൾ വിളിക്കുന്നത്, അപ്പോൾ പറഞ്ഞിട്ടൊന്നുമില്ല, പറയാതെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് അമ്പലത്തിൻ്റെ കുളത്തിലും കൂടി ഒന്ന് പോയിട്ടോ. ഒരു പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് നല്ലപോലെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് കുറച്ച് റീലൊക്കെ എടുത്തു, പിന്നെ നേരെ വിട്ടു കേട്ടോ. ഒന്നും കഴിക്കാത്തതുകൊണ്ട് അവിടെ അടുത്ത് തന്നെ ഒരു കടയിൽ കയറി ചായയും കുടിച്ചിട്ട് വേഗം തന്നെ വിട്ടു. അടുത്തൊരു വലിയ മഴ വരുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വേഗം പോകുന്നു കേട്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് പരിക്കളം എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഉളിക്കൽ ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഇവിടെയാണ് ആ കുട്ടീൻ്റെ വീട് വരുന്നത് കേട്ടോ. കുറേ ആയി വീട്ടിലോട്ട് വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോകുമ്പോൾ അവരെന്തെങ്കിലും ആക്കി വെക്കില്ല, ഞങ്ങൾ പറയാതെയാണ് പോയത്. അപ്പോൾ സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ച്. വീട് അറിയില്ലായിരുന്നു, എന്നാലും അവിടെ വന്നപ്പം വേറൊരാളോട് ചോദിച്ചിട്ടാണ് കേട്ടോ വീടൊക്കെ കണ്ടുപിടിച്ചത്. അവിടെ ചെന്നപ്പോൾ അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ് പ്രിയ ചേച്ചി എന്നെ കുറേ ആയി വിളിക്കുന്നു വാന്ന് പറഞ്ഞിട്ട്. ഇതാണ് മോളുടെ അമ്മയാണ്. അപ്പോൾ ഞങ്ങൾ നല്ല കൂട്ടാണ് കേട്ടോ. അപ്പം മോള് ഞങ്ങളുടെ കൂടെ ഗ്രൂപ്പിൽ ഡാൻസ് കളിക്കാൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വല്ലാതെ എന്താ പറയുക, ഒരു ഞെട്ടിപ്പോയി. കാരണം പറയാതെ അല്ലേ വന്നത്. എൻ്റെ ചേച്ചീനോട് പറഞ്ഞിട്ട് വന്നായിരുന്നു ഞാൻ ഒരുങ്ങിയെങ്കിലും നിന്നേനെ, നീ വീഡിയോ എടുക്കണമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾക്ക് വന്നപാടെ ഒരു ചായയൊക്കെ തന്നു. പിന്നെ ഞങ്ങളോട് മോള് പറഞ്ഞു നമുക്ക് പുഴയിൽ പോകാം, പുഴയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി, അന്നേരം സാരമില്ല നമുക്ക് പുഴയൊക്കെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. വരുന്നില്ല എന്ന് പറഞ്ഞ ചേട്ടായി എന്താ പുറകെ തന്നെ വരുന്നുണ്ടേ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചേട്ടായിട്ട് ചോദിച്ചതാ വരുന്നോ ചേട്ടായിന്ന്, അങ്ങനെ പറഞ്ഞു ഇല്ലയെന്ന് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പുഴ നമ്മുടെ നുച്ചിയാട് പുഴ തന്നെയാണ്, അത് തന്നെ ഒഴുകുന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പുഴയും കണ്ട് വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ദാ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ബിരിയാണിയൊക്കെ ആക്കി വെച്ചു കേട്ടോ. കൂടെ ഇതാ സേമിയ പായസം കൂടി. പാവം, ഇതൊന്നും ആക്കാതിരിക്കാനാണ് ഞങ്ങൾ പറയാതെ വന്നത്. ഞങ്ങൾ വേഗം തന്നെ പോകാൻ വേണ്ടി നിന്നതാണ്, പക്ഷേ ഞങ്ങളിവിടെ പിടിച്ചു നിർത്തി കേട്ടോ ചേച്ചി. അങ്ങനെ ഓട്ടോ ഓടാൻ പോയ ചേട്ടനെയും വിളിച്ച് വരുത്തി സാധനങ്ങളെല്ലാം വാങ്ങി, എന്നിട്ട് ബിരിയാണി എല്ലാം ആക്കിയിട്ട് ചേട്ടൻ ഉളിക്കൽ ഓട്ടോ ഓടുന്നതാണ്. പിന്നെ ഇതാണ് ചേട്ടൻ്റെ അമ്മ കേട്ടോ. അമ്മമ്മ നല്ല രസമാണ് അമ്മമ്മയോട് വർത്താനൊക്കെ പറയാൻ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ പുതിയൊരു കൂട്ടുകാരെയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളേ. ഞങ്ങൾ വേഗം തന്നെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നായിരുന്നേ.